ഏഷ്യ കപ്പിൽ അവസാന അംഗത്തിനായി ടീം ഇന്ത്യ ഇന്നിറങ്ങുകയാണ്. അവസാന അംഗത്തിൽ ഒരിക്കൽ കൂടി പാകിസ്ഥാനാണ് ടീം ഇന്ത്യയുടെ എതിരാളികളായി എത്തുന്നത്. സൂപ്പർ ഫോറിലും ഗ്രൂപ്പ് ഘട്ടത്തിലും പാകിസ്ഥാനെതിരെ നേടിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ടീം ഇന്ത്യ ഇന്നിറങ്ങുന്നത്. പ്ലേയിങ് കോമ്പിനേഷനുകളുമായി ബന്ധപ്പെട്ട് പ്രധാന മാറ്റങ്ങളൊന്നും തന്നെ ടീം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പറയുന്നില്ല. സൂപ്പർ ഫോറിൽ ബംഗ്ലാദേശിനെതിരെ ഇറങ്ങിയ അതേ പ്ലേയിങ് 11 തന്നെ ടീം ഇന്ത്യ ഫൈനലിലും പരിഗണിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. ഹർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ എന്നിവർ പ്ലേയിങ് 11 നിന്നും പുറത്താകുമ്പോൾ ജസ്പ്രീത് ബുംറയും ശിവം ദുബെയും ഇന്ന് പ്ലേയിങ് 11ലേക്ക് മടങ്ങിയെത്തും. ഫൈനലിന് മുന്നോടിയായി ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ചില നിർണായക പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും വന്നിരുന്നു. തീർച്ചയായിട്ടും ശ്രീലങ്കയ്ക്കെതിരായ മത്സരം ഒരു സെമി ഫൈനൽ എന്ന പോലെ കണ്ട് കളിക്കണമെന്ന് തന്നെയാണ് തങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഫൈനലിനേക്കാളും ആവേശകരമായ ഒരു മത്സരമായി അത് മാറിയിരുന്നു. ഈ ഒരു മത്സരത്തിൽ നിന്ന് ലഭിച്ച ഊർജ്ജം തീർച്ചയായിട്ടും തങ്ങൾക്ക് ഫൈനൽ മത്സരത്തിന് ഏറെ പ്രചോദനമായി മാറിയിട്ടുണ്ട്. ടീം വർക്കിലൂടെ ഒരു മത്സരം തിരികെ പിടിക്കാനായി സാധിക്കുക എന്നത് തങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് ഒരിക്കൽ കൂടി പ്രകടമാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഓരോ കളിക്കാരും തങ്ങളുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി തന്നെ നിർവഹിക്കുന്നുണ്ട്. മലയാളി താരം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു സ്റ്റേറ്റ്മെന്റും സൂര്യകുമാർ യാദവ് നൽകുകയുണ്ടായി. സാധാരണ രീതിയിൽ സഞ്ജു ഓപ്പണിംഗ് റോളിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഓപ്പണിംഗിനല്ലാതെ പുതിയൊരു ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. 5ാം നമ്പറിൽ അദ്ദേഹത്തിന് കൊടുത്ത പുതിയ ജോലി ഏറ്റവും റെസ്പോൺസിബിളായി ഭംഗിയായി ചെയ്യുന്നത് തീർച്ചയായിട്ടും തങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവ് സ്ട്രെങ്തായി മാറുന്നുണ്ട് എന്നാണ് ഫൈനലിന് മുന്നോടിയായി സൂര്യകുമാർ യാദവ് സഞ്ജു സാംസന്റെ പ്രകടനത്തെ പറ്റി പറഞ്ഞത്. തീർച്ചയായിട്ടും തന്റെ ഏറ്റവും മികച്ച പ്രകടനം ബാറ്റിംഗിനും വിക്കറ്റിന് പിന്നിലും സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.